പൊന്മന കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രി തുറവൂർ ഉണ്ണികൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ വൃശ്ചിക മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊന്മന കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രി തുറവൂർ ഉണ്ണികൃഷ്ണന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. തുടർന്ന് പഞ്ചാരി മേളവും അരങ്ങേറി. വൃശ്ചികോത്സവ സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കാലഘട്ട സാഹചര്യം തീർത്ഥാടനത്തിന്റെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും ഒരു സന്ദർഭം കൂടിയാണ്. വ്രതാനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും എല്ലാം ആത്മീയപരമായ ഔന്നത്യത്തിലേക്ക് വിശ്വാസ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള അവസ്ഥാവിശേഷങ്ങളാണ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാധനാലയങ്ങളിലെ ദേവാലയങ്ങളിലെല്ലാം ആത്മീയപരമായ ഔന്നത്യത്തിലൂടെ വിശ്വാസ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോയി മനുഷ്യ ജീവിതം വിവേകവും വിശേഷമൊക്കെയുള്ള മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ അർത്ഥസമ്പുഷ്ടമാക്കുവാനുള്ള അവസ്ഥാവിശേഷമാണ് വ്രതാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ആചരണങ്ങളുമെല്ലാം. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ജീവിതചര്യകൾ, നമ്മുടെ ദിനമുണ്ടായിരുന്ന ചര്യകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഭക്തി എന്ന ഒരു വികാരത്തോടുകൂടി ഈ ക്ഷേത്രസന്നിധിയിൽ ഏതാണ്ട് 3000-ഓളം ജനങ്ങൾ ഭജനം പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പം തന്നെ അന്തരീക്ഷം നല്ല ചൂടാണ്. കുറച്ച് കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ അതികഠിനമായ തണുപ്പ് വരും. അതുപോലെ ചിലപ്പോൾ മഴയും, ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ മഴയും വരും, വലിയ മഴയൊക്കെ വരും. അപ്പൊ ഇതിനെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി ഈ ഭക്തി എന്ന ആ ഒരു മനസ്സിന്റെ സങ്കല്പം, അതാണ് ഇതിനെല്ലാം തരണം ചെയ്യാനുള്ള ധൈര്യം നൽകുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി സജി P സ്വാഗതം പറഞ്ഞു. NK പ്രേമചന്ദ്രൻ MB മുഖ്യപ്രഭാഷണം നടത്തി. കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. മുൻ MLA KK ഷാജു, ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി C ബാബു, മധു ബാലകൃഷ്ണൻ, സുനിൽ നമ്പ്യാർ, കൈതപ്രം ദീപാങ്കുരൻ, സുരേഷ് കല്ലയം, പള്ളിക്കൽ സുനിൽ, ജയചിത്ര, S ദിനേശ് എന്നിവർ പങ്കെടുത്തു. ചികിത്സാ ധനസഹായ വിതരണം, കിടപ്പ് രോഗികൾക്കുള്ള വാട്ടർ ബെഡ് വിതരണം, വീൽചെയർ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.